ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ജനങ്ങൾ നൽകിയ വോട്ട് പാഴാക്കില്ല എന്ന ഉറപ്പ് നൽകി 26-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സായ് കിരൺ. ജനങ്ങൾ നൽകിയ വോട്ട് പാഴാവില്ല എന്ന വാക്ക് നൽകി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് 26-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സായ് കിരൺ. 25 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള സായ് കിരൺ ആദ്യമായാണ് മത്സര രംഗത്ത് എത്തുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി തന്നെ വാർഡിലെ ജനങ്ങൾ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്ന സ്നേഹം കരുത്താക്കിയാണ് സായ് കിരൺ മത്സരത്തിനിറങ്ങുന്നത്. 25 വർഷമായി ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മത്സര രംഗത്തേക്ക് വരുന്നത്. ഇത് മത്സര രംഗത്തേക്ക് വരുമ്പോൾ തന്നെ ഓരോ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ വീടുകളിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കോൺഗ്രസ് എന്നോ BJP എന്നോ വ്യത്യാസമില്ലാണ്ട് മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും വിളിക്കുകയും സ്നേഹത്തോടെ പറയുകയും ചെയ്യും. അതുതന്നെയാണ് എനിക്ക് ഈ മത്സരത്തിന് ഇറങ്ങാനുള്ള കരുത്തും ഊർജവും. തുടർച്ചയായി കോൺഗ്രസ് ഭരിക്കുന്ന വാർഡിൽ കാര്യമായ വികസനം നടന്നിട്ടില്ല എന്നും വർഷങ്ങളായി തകർച്ചയിലായ ജൂബിലി റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാനും ഈ ഭാഗത്തെ കൗൺസിലർമാർക്ക് സാധിച്ചില്ല എന്നും സായ് കിരൺ ആരോപിക്കുന്നു. അതേസമയം നിലവിലെ കൗൺസിലർ ഗോപൻ ചില പ്രവർത്തികൾ ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹത്തിനും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നും താൻ വിജയിച്ചാൽ ജൂബിലി റോഡ് നവീകരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും സായ് കിരൺ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 20 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരാണ് ഭരിക്കുന്നത്. എന്നാൽ പറയത്തക്കതായ യാതൊരു വികസന പ്രവർത്തനങ്ങളും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ വാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ജൂബിലി റോഡ് മീറ്റ്നയിലേക്ക് പോകുന്ന നിരവധി ഏകദേശം 1000-ഓളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന മീറ്റിനിലേക്ക് പോകുന്ന ആ റോഡ് 20 വർഷങ്ങൾക്ക് മുമ്പേ അന്ന് സഖാവ് PK പ്രദീപ് കുമാർ വൈസ് ചെയർമാനായിരിക്കുന്ന കാലത്താണ് ആ റോഡ് നവീകരിച്ചത്. അതിനുശേഷം ആ പ്രദേശത്തുള്ള 3 കൗൺസിലർമാർ ഉൾപ്പെട്ട ലീഗിൻ്റെയും 2 കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ ഉൾപ്പെട്ട ആ പ്രധാന റോഡിന് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഈ 5 വർഷം ഗോപനാണ് കൗൺസിലറായിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. അതെന്തോ അവരുടെ കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഈ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആദ്യമായി തന്നെ ജൂബിലി റോഡ് നവീകരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. 2ാം റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ വലിയ ജനപിന്തുണ ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ ഇലക്ഷനിൽ 1ാം ഘട്ടം ഞങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വലിയൊരു പോസിറ്റീവായി കിട്ടുന്നത് നീ ജയിച്ചു എന്നാണ് ഓരോ വീട്ടിൽ നിന്നും പറയുന്നത്. അത് തന്നെ നമുക്ക് വിജയിച്ചതിന് തുല്യമാണ് ഉള്ളത്. എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എല്ലാ നാട്ടുകാരും ഓരോരുത്തരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അഭിമാനമായ നേട്ടമാണ്. 5 വർഷത്തിനപ്പുറം വികസനം നിറഞ്ഞ വാർഡാക്കാൻ തനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സായ് കിരൺ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ ഞാൻ എല്ലാവരോടും ഉറപ്പ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന വോട്ട് എന്തായാലും പാഴാവില്ല എന്ന് മാത്രമല്ല 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും വികസനം നടന്ന ഒരു വാർഡായി ഈ വാർഡിനെ 39 വാർഡുകളിൽ ഈ വാർഡിനെ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.